ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിൽ നടന്നൊരു സംഭവമാണ്. ഇന്ന് നമ്മുടെ ജാൻമണി എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റീനെ കുറിച്ച് ഒരാൾ ബാഡായിട്ട് പരാമർശിച്ചു. പക്ഷേ ആളുടെ പേര് ഞാൻ പറയില്ല. കാരണം ജാൻമണിക്കറിയാം അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കെതിരെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിക്കാരും ജനങ്ങളും എല്ലാം ടാർഗറ്റ് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ജാൻമണി പേര് പറയാതിരുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ നോറയും ജാസ്മിനും കൂടെ അവിടെ വൺ സീൻ അവർക്ക് ആരാണെന്ന് അറിയണം. കാരണം അവരെ നോക്കിയാണ് ജാൻമണി സംസാരിച്ചത്. അതുകൊണ്ട് അവരാണെന്ന് ആൾക്കാർ വിചാരിക്കുമായിരിക്കാം. ആ ഒരു തോട്ട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ അവരവിടെ കിടന്ന് വൻ ഷോ ഓഫ്, വൻ ബഹളം. ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ അടി ഉണ്ടാവുന്നത് നമ്മുടെ ജാസ്മിനും സിബിനും തമ്മിലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ്റെ ഈ ഒരു ദേഷ്യപ്പെടലൊക്കെ കണ്ടപ്പം നമ്മുടെ സിബിൻ പോയിട്ട് ഒരു ബാഡായിട്ടുള്ള ഗസ്റ്റർ കാണിച്ചു. ആൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത് കണ്ട നമ്മുടെ ജാസ്മിൻ പ്രൊവോക്കായിട്ട് വൻ അടി സീൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് സിബിൻ താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അതൊന്നും ഒരു കണക്കിൽ പോലും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ സിബിൻ ജാസ്മിനിട്ട് പൊളിച്ചടക്കി ഒരു എന്താ പറയുക, ഒരുമാതിരി പുച്ഛിച്ച് ഒന്നും അല്ലാണ്ടാക്കി വെച്ചേക്കാം. അപ്പം ജാസ്മിനാണെങ്കിൽ സിബിനെതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചൂണ്ടയിട്ട് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് സിബിൻ പോയിട്ട് ഇങ്ങനത്തെ ഒരു ബാഡ് ഗസ്റ്റർ കാണിക്കുന്നത്. അപ്പോൾ സിബിൻ്റെ നേർക്കായി പിന്നെ നമ്മുടെ ജാസ്മിൻ്റെ ഉറഞ്ഞിത്തുള്ളൽ. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട്, എത്രയോ ജനങ്ങളും പബ്ലിക് മൊത്തം കാണുന്ന ഒരു സംഭവമാണ്, അവിടെ ഇരുന്നാണ് സിബിൻ ഇങ്ങനെ ഒരു ഗസ്റ്റർ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിച്ചു. സിബിൻ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. പക്ഷേ ജാസ്മിൻ ആ പറഞ്ഞത് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി. ഇതെന്താ ജാസ്മിൻ്റെ കാര്യത്തിൽ ബാധകമല്ലേ? ജാസ്മിൻ ചെയ്യുന്നത് ഈ പറയുന്ന ജനങ്ങളും പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്നല്ലേ ഈ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡ്രാമ, ആക്ച്വലി ഒരു വൺ ഡ്രാമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ കളി കണ്ടാലേ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും.